വാർത്തയിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ആണ് പോകുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പാണുള്ളത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത എന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. സംസ്ഥാനത്തെ ഇന്ന് സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആശ്വാസം എന്നോണം മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പരിഹാരമാകുന്നില്ല. രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയത്ത് പുറത്തിറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ചൂട് കൂടാനാണോ സാധ്യത? അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം മെയ് മാസം പകുതി വരെയെങ്കിലും സംസ്ഥാനത്ത് കടുത്ത ഉഷ്ണമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമൊക്കെ നൽകിയിരുന്നു. ഉഷ്ണതരംഗ സാധ്യതയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെ അവസാനം വന്ന മുന്നറിയിപ്പ് പ്രകാരം ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ചൂടിൻ്റെ ഒരു കണക്ക്. 25, 26 തീയതികളിൽ ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാം. കൊല്ലത്ത് ഇത് 39 ഡിഗ്രി സെൽഷ്യസും, തൃശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. തിരുവനന്തപുരത്തും 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിന് സാധ്യതയുണ്ട്. അതായത് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഈ ജില്ലകളിലൊക്കെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനിലയാണ്. അതിന് അപ്പുറത്തേക്ക് ഈർപ്പമുള്ള വായു ഉള്ളതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയും ആളുകൾക്ക് അസ്വസ്ഥതയും കൂടാനുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്വയം പ്രഖ്യാപിത ലോക്ക്ഡൌണിലേക്ക് പോകണം, സ്വയം നിയന്ത്രിത ലോക്ക്ഡൌണിലേക്ക് പോകണം രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയത്തെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തേതുപോലെ സ്വയം ആളുകൾ നിയന്ത്രണം ഏർപ്പെടുത്തണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, അനാവശ്യമായി ഈ സമയത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ഈ സമയത്തൊക്കെ ജോലി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ നിയന്ത്രണത്തിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. ഈ ചൂടത്ത് വെയിലത്ത് ജോലി ചെയ്യാൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന നിർബന്ധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പറയുന്നുണ്ട്. പരമാവധി അനാവശ്യ യാത്രകൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ ഒരു ആഹ്വാനമാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇന്നും നാളെയും ഒക്കെ സംസ്ഥാനത്ത് ഉയർന്ന താപനില തന്നെയാണ് പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അനുശ്രീ സൂചിപ്പിച്ച പോലെ വേനൽ മഴ ഇന്നലെയൊക്കെ തിരുവനന്തപുരത്ത് ഏതാണ്ട് അരമണിക്കൂറും അതിശക്തമായ മഴയുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും സമാനമായി വേനൽ മഴ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ചൂട് ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തന്നെ മെയ് പകുതി വരെയെങ്കിലും ഈ ഒരു കാലാവസ്ഥ, അതികഠിനമായ കാലാവസ്ഥ, നമുക്കറിയാം പ്രളയത്തിൽ മുങ്ങിയ നാടാണ് നമ്മുടെ കേരളം. പലപ്പോഴും പെട്ടെന്നുള്ള മഴ കേരളത്തെ വെള്ളത്തിലാക്കാറുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ താപനില വർദ്ധിക്കുന്ന ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചൂട് കേരളത്തിലേക്കും വരികയാണ്. അത് തുടർച്ചയായി വർഷങ്ങളിത്തരം ചൂട് വരുന്നു. കഴിഞ്ഞ ദിവസം 41 ഡിഗ്രി വരെ പാലക്കാട്ടെ താപനില ഈ വർഷം റെക്കോർഡിലേക്ക് പോയിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിലും അത്തരം താപനില മുന്നറിയിപ്പ് സാധ്യതകളുണ്ട്. പാലക്കാട് മാത്രമല്ല, പുനലൂരും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ അത്യുഷ്ണം ഉണ്ട്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിഗതികൾ തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ ഒരു മരണമുണ്ടായിരിക്കുന്നു. ഈ ചൂട് നേരിട്ടേറ്റാൽ വലിയ അസ്വസ്ഥതയുണ്ട്. അങ്കണവാടികളിലെ കുട്ടികൾക്ക് ക്ലാസുകൾ വയ്ക്കുന്നതിന് വലിയ വ്യാപക പരാതി ഉയർന്നിരുന്നു. അങ്ങനെ ക്ലാസുകൾ ഒഴിവാക്കാൻ ഇന്നലെ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. അങ്കണവാടികളിലെ ക്ലാസുകൾ ഒഴിവാക്കുന്നു. ഈ വെക്കേഷനാണ്, പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിലും ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഒക്കെ ക്ലാസുകളുണ്ട്. അതിന് പുറമെ വെക്കേഷൻ ക്ലാസുകളുണ്ട്. ഈ വിവിധ സംഘടനകളുടെ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന ആവശ്യം സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ചാൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അത് പലയിടങ്ങളിലും ക്ലാസുകളുണ്ട്. അതിന് പുറമെ ഉള്ള ഈ മറ്റ് പാമ്പുകടി പോലുള്ള പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ചൂട് വലിയൊരു അസ്വസ്ഥത, വലിയൊരു ആശങ്കയുള്ള സാഹചര്യം സംസ്ഥാനം സൃഷ്ടിക്കുകയാണ്. ഇന്ന് 10 മണിയോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ഈ ചൂടുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സ്കൂളുകളിലും വിദ്യാഭ്യാസ നടത്തേണ്ട ക്രമീകരണങ്ങൾ തൊഴിൽ മന്ത്രി കൂടി അദ്ദേഹം തൊഴിൽ മേഖല വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അദ്ദേഹം ഒരുപക്ഷെ തീരുമാനങ്ങൾ അറിയിക്കുമായിരിക്കും. വളരെ ആശങ്കാജനകമായ സാഹചര്യത്തിലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങൾ കടന്നു പോകുന്നു. വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.